ഗായ്സ്, വെൽക്കം ബാക്ക് ടു പഞ്ചമീസ് ടിപ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി. ഇന്നൊരു വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. അതായത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെയർ സ്മൂത്തനിങ് നമുക്ക് എങ്ങനെ വീട്ടിൽ ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ അവൈലബിൾ ആണ്. ഒരു 6 മാസത്തേക്ക് ചെയ്യുന്നതിന് 3000 രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട്. തന്നെയല്ല ആ സമയത്ത് ഭയങ്കര വീര്യം കൂടിയ കെമിക്കലുകളൊക്കെയാണ് നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യുന്നത്. ഒരു 3-4 മാസമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ മുടിയുടെ ആ സ്ട്രക്ചറൊക്കെ അങ്ങ് മാറിയിട്ട് ആകെപ്പാടെ ഒരുമാതിരി മുടി അങ്ങ് വല്ലാണ്ട് കേടുപാടുകൾ സംഭവിക്കാറുണ്ട്. ചകിരി പോലെ ആയി പോകും മുടി. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഹെയർ സ്മൂത്തനിങ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നാച്ചുറലായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ പാർലറിലേക്ക് പോയി ചെയ്യുമ്പോൾ ലഭിക്കുന്ന പോലെ ഓൺ ദ സ്പോട്ടിൽ അത്രയും എഫക്റ്റ് റിസൾട്ട് അല്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെയിം റിസൾട്ട് തന്നെ നമുക്ക് ലഭിക്കും. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് അത് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോയി കണ്ടു നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുവെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നിങ്ങൾ വേഗം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള കണ്ടൻറ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. കൂടാതെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ അതിന് നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. കൂടാതെ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എന്നിവർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടെ ഉപകാരപ്പെടട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം. ദെൻ ലെറ്റ്സ് ഗോ. ഞാനത് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഈ ഇൻട്രോ എടുക്കുന്നത്. ഞാൻ എൻ്റെ ഹെയർ നിങ്ങൾക്ക് കാണിച്ചു തരാം. 3-4-5 ദിവസമായിട്ട് പനി ആയത് കാരണം മുടിയൊന്നും ശ്രദ്ധിക്കാൻ പറ്റാണ്ട് ആകെ മോശമായി പോയിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഞാൻ നോക്കിയേ, കണ്ടോ ഷൈനിങ്. ഞാനിത് സ്ട്രൈറ്റൺ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ നോർമൽ ഹെയർ ഇതാണ്. നല്ല ഇങ്ങനെ തൊടുമ്പോൾ തന്നെ അറിയാം, അത്ര നല്ല സ്മൂത്തായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അത്ര നല്ലൊരു സ്മൂത്തനിങ് രീതിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ എപ്പോഴും പറയാറുണ്ട് അവരുടെ മുടി ചെയ്യുന്നുണ്ട്, ചുരുണ്ടു പോകുന്നു. ഈ ചുരുണ്ടു പോകുന്ന എനിക്കും മുൻപ് ഞാൻ 10th പഠിക്കുന്ന സമയത്ത് എനിക്കും അങ്ങനത്തെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവുമായിരുന്നു. +2 ഒക്കെ പഠിക്കുന്ന സമയത്ത്. ആ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നും ശ്രദ്ധിക്കാറൊന്നുമില്ലല്ലോ. അപ്പം തലയിൽ നിറച്ച് എണ്ണ വെച്ച് കുളിച്ചിട്ട് അങ്ങനെ തന്നെ ഷാമ്പു ഇടുന്ന പരിപാടിയൊന്നുമില്ല, അങ്ങനെ തന്നെ പോകും. അപ്പം എനിക്ക് മനസ്സിലായതും എനിക്കറിയാൻ കഴിഞ്ഞതും നമ്മൾ മുടിയിൽ എണ്ണ വെച്ചിട്ട് വെയിലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ മുടി ചുരുണ്ടു പോകുമെന്നാണ്. ഇപ്പോൾ എനിക്ക് കുറേ മാറ്റമുണ്ട് കേട്ടോ. ഞാൻ എണ്ണ വെക്കത്തില്ല എന്നല്ല, എണ്ണ വയ്ക്കും. പക്ഷേ ഷാമ്പു ഇട്ടതിന് ശേഷം മാത്രമേ ഞാൻ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ മാറ്റം എൻ്റെ മുടിയിൽ വന്നിട്ടുണ്ട്. എൻ്റെ പഴയ ഫോട്ടോ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു വേവി ഹെയർ ആണ് കേട്ടോ, ശരിക്കും സ്ട്രെയിറ്റൻ അല്ല, ഒരു വേവി ഹെയർ ആണ്. നല്ല ഷൈനിങ് ആയിട്ടുണ്ട്. തന്നെയല്ല ഒരിക്കലും അതും ഇതും കെമിക്കൽസ് ഒന്നും നമ്മുടെ മുടിയിൽ വാരി വലിച്ചിടരുത്. മുടി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഉള്ള മുടി കാത്ത് സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് വന്നോളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതിനാവശ്യമായിട്ട് വേണ്ടത് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് തൈരാണ്. നമ്മുടെ ഹെയറിൻ്റെ നീളവും തിക്നെസ്സും ഒക്കെ അനുസരിച്ച് ആവശ്യത്തിനുള്ള എടുക്കുക. ഞാനിവിടെ ഒരു 4-5 സ്പൂണ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. എല്ലാവരും പറയും മുട്ടയ്ക്ക് ഭയങ്കര സ്മെല്ലാണെന്ന്. അത് നമ്മൾ ആ തേക്കണ സമയത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലോ തലയിലോ ഒന്നും ആ സ്മെല്ലുണ്ടാവത്തില്ല. മുടിക്കും നമ്മുടെ തലയ്ക്കുമൊക്കെ മുടിക്ക് ഏറ്റവും നല്ലതാണ് മുട്ട. അതിനുശേഷം ഞാൻ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. 2 സ്പൂൺ ഒലിവ് ഓയിൽ ഞാൻ ചേർക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ അറിയാമല്ലോ, മുടിക്ക് നല്ലതാണ്, തലയ്ക്കും നല്ലതാണ്. അത് 2 സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്.
അതിനുശേഷം അതിലേക്ക് ചേർക്കുന്നത് അലോവേറ ജെല്ലാണ്. എനിക്ക് ഇവിടുന്ന് കിട്ടാനില്ലാഞ്ഞതുകൊണ്ട് ഞാൻ ജെല്ല് ചേർത്തു. ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുമെങ്കിൽ അത് യൂസ് ചെയ്താലും മതി, ഇല്ലെങ്കിൽ പുറത്തു നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാനത് നേച്ചേഴ്സിൻ്റെ അലോവേറ ജെല്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറേ നാളായിട്ട് ഞാൻ നേച്ചേഴ്സിൻ്റെ യൂസ് ചെയ്യുന്നത്. അത് 1 സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുന്നതിന് മുൻപ് ഒരു ചെറിയ ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഡാൻഡ്രഫ് ഒക്കെ ഉള്ളവർക്ക് നാരങ്ങയും തൈരും ഒക്കെ ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ മുടിയുടെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. ഇതുപോലെ അകലമുള്ള കോമ്പ് ഉപയോഗിച്ചിട്ട് വേണം മുടി ചീകി കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ സെൻറ്റർ പാർട്ടീഷനാണ് എടുക്കുന്നത്. എപ്പോഴും നമുക്ക് പാക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ ഈ സെൻറ്റർ പാർട്ടീഷൻ തന്നെയാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം ഞാൻ മുകൾ വശം മാത്രമേ ഞാൻ ചീപ്പ് ഉപയോഗിച്ചുള്ളൂ. പിന്നെ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ജട കളയുന്നത്. കുറച്ച് ദിവസമായിട്ട് പനി ആയത് കാരണം തല കുളിച്ചില്ല. നല്ല ജലദോഷവും ഒക്കെ ഉണ്ടായിരുന്നു. തല കുളിച്ചില്ല. അപ്പം മുടി ശ്രദ്ധിച്ചതേ ഇല്ല. പനി കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് മുടി കൊഴിയണുണ്ട്. അതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റൂലേ? മുടി കൊഴിയുന്നതിന് കാരണം കണ്ടെത്തി പരിഹരിക്കാമെന്ന് വീഡിയോ ഇട്ട് ഞാൻ തന്നെ. പക്ഷേ എൻ്റെ മുടിയും കൊഴിയണു. പനി വന്ന് മുടി കൊഴിയാൻ എന്ത് ചെയ്യാൻ പറ്റും? അതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് കളഞ്ഞതിന് ശേഷം കോമ്പ് ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് മുടി ഈരുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാക്ക് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സ്ട്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ സെക്ഷനായിട്ട് എടുക്കത്തില്ലേ, അതുപോലെ ചെറിയ സെക്ഷനായിട്ട് എടുത്തിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് ഹെന്ന അപ്ലൈ ചെയ്യണ പോലെ തന്നെ ഞാനത് ചുറ്റി കെട്ടി വെച്ചിരിക്കുകയാണ്. അതൊരു 40 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മുടെ മുടിയിലിരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഷാമ്പൂ അല്ലെങ്കിൽ
ഒക്കെ ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയുക. സൂപ്പറായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ആദ്യം പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു അടിപൊളി വീഡിയോയിൽ നമ്മൾ കാണുന്നവരേക്കും ബൈ.